നേരത്തെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സുധാകരനും ഒരമ്മ പെറ്റ മക്കളെ പോലെ നമ്മൾ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് മുമ്പോട്ട് പോയി. അവിടെ ആദ്യമായി കോൺഗ്രസിന് അടിത്തറ കെട്ടിപ്പോക്കിയ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയ ആളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇവിടെ നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നം, വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. കാലത്തിന്റെ ഒരു ഗതി അനുസരിച്ച് അദ്ദേഹം അതിനകത്തുനിന്ന് പാർട്ടിയുടെ ഇതിൻ്റെ സജീവ രംഗത്തുനിന്ന് അദ്ദേഹം അങ്ങോട്ട് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ ഒഴിവാക്കാനോ അദ്ദേഹത്തെ കൈയൊടിയാനോ കോൺഗ്രസിലെ പ്രവർത്തകന്മാരോ നേതാക്കന്മാരോ ആരും ശ്രമിച്ചിട്ടില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ രാഷ്ട്രീയ ഔന്നത്യം എല്ലാ ആളുകൾക്കും അറിയാം. ആ ഔന്നത്യത്തിന്റെ പുറത്താണ് ഞങ്ങളെല്ലാം ഒരു കാലത്ത് സഞ്ചരിച്ചത്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും മുല്ലപ്പള്ളിയെ കൈവിടുന്ന വിഷയമില്ല. പിന്നെ ഇന്ന് കേരളത്തിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കുക എന്നതാണ്. ആ താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിൽ ഒരു മുട്ടുസൂചി ആയുധമാക്കേണ്ടി വന്നാൽ ആ മുട്ടുസൂചി ആയുധമാക്കുക എന്നതാണ് രാഷ്ട്രീയമായ ശൈലി. അതിലേക്കാണ് ഞങ്ങളൊക്കെ പോകുന്നത്. ഞങ്ങളെല്ലാ പ്രദേശത്തുമുള്ള എല്ലാ ആളുകളെയും ഞങ്ങൾ ഇതുപോലെ പോയി കണ്ട് സംസാരിച്ച് കൂടെ നിർത്തി നമുക്ക് ആവേശം പകരാൻ അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിൻ്റെ തുടക്കമാണ് ഇവിടെ. ആ തുടക്കത്തിൻ്റെ അകത്ത് അദ്ദേഹം ഞങ്ങളോട് 100% സഹകരിക്കുന്നു. ആ സഹകരണം ഞങ്ങളെ പാർട്ടിക്കൊരു കരുത്ത് പകരുന്ന ഒന്നായി നാളെ മാറും. നാളെ ഈ പാർട്ടിയുടെ ഒരു കരുത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കരുത്തായിരിക്കും എന്ന് കൂടി ഞാൻ കൂട്ടി പറയാൻ ആഗ്രഹിക്കുന്നു. അവഗണിക്കപ്പെട്ടു എന്നുള്ള തോന്നല് മുല്ലപ്പള്ളിക്കുണ്ടായിരുന്നോ? അദ്ദേഹത്തിന് അങ്ങനെ തോന്നാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഭാഗത്തൊരു പിഴവ് വന്നില്ല എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ അന്നതിൻ്റെ ഔദ്യോഗിക ഭാരവാഹിയൊന്നുമല്ല. അന്നത്തെ ഭാരവാഹികളെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് പക്ഷേ ആരും ഇത് ഒരു സീരിയസ് ആയി എടുത്തിട്ടില്ല. മുല്ലപ്പള്ളി പോലും സീരിയസ് ആയി എടുത്തിട്ടില്ല. അതങ്ങ് തള്ളി അദ്ദേഹം പോയതാണ് മുൻപോട്ട്. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നേ ഞാൻ പറഞ്ഞ. മലയാളം മനസ്സിലാവുന്നില്ലേ? ഇംഗ്ലീഷ് പറയണ? ഞാനും മുല്ലപ്പള്ളിയും തമ്മിൽ ഒരു തർക്കവും ഇല്ല. ഇന്ന് വരെ ഒരു തർക്കവും ഇല്ല. ഇദ്ദേഹം കണ്ണൂരിൽ ആദ്യം മത്സരിക്കാൻ വരുമ്പോൾ ഞാനൊക്കെ ചെറുപ്പാണ്. ആ മത്സര രംഗത്ത് ഇദ്ദേഹത്തിന്റെ മുന്നണി പടയാളിയായി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നൊരാളാണ് ഞാൻ. അത് അന്നു മുതലുള്ള മുല്ലപ്പള്ളിയുടെ ബന്ധത്തിന്റെ അകത്ത് ഞാനും മുല്ലപ്പള്ളിയും തമ്മിൽ ഒരു ചെറിയ നേരിയ ഒരു ഭിന്നത പോലും നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഉപയോഗപ്പെടുത്താൻ അത് വേണം. അതിൽ ദുഃഖമുണ്ട്. അത് തിരുത്തുകയാണ് ഞാൻ. ഞാൻ തിരുത്തുകയാണ്. ആ തിരുത്താനാണ് ഞാൻ വന്നത്. ഇത്തിരി വൈകി പോയിട്ടുണ്ടാവാം. പക്ഷെ അത് ബോധപൂർവമല്ല. ഇന്ന് നമുക്കതൊരു അനിവാര്യമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സാന്നിധ്യവും സേവനവും പാർട്ടിക്ക് അനിവാര്യമാണ് എന്ന് തോന്നൽ നമുക്കുണ്ടായപ്പോൾ ഞങ്ങൾ എല്ലാം ഇവിടുത്തെ കോൺഗ്രസ് ജില്ലയിലെ നേതാക്കന്മാരുമായി സംസാരിച്ച് ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നു. അദ്ദേഹം അത് ഹൃദയപൂർവ്വം സ്നേഹത്തോടെ അത് സ്വീകരിച്ചു. ആ സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഒരൊറ്റക്കെട്ടായി ഇവിടുന്ന് പോകും. നമ്മൾ ജ്യേഷ്ഠാനുജന്മാർ പോകുന്ന പോലെ ഞങ്ങൾ പോകും.